അനറബ്ബുക്കുമുൽ അഅല എന്ന് പ്രഖ്യാപിച്ച, ഞാനാണ് വലിയ ആള് എന്ന് പറഞ്ഞ കിബറിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ അഡ്മിനിയായി പോസ്റ്റ് ചെയ്യട്ടെ ഈ ഫിർഔനിനെ. പ്രബോധനം നടത്താൻ വേണ്ടി പറഞ്ഞേക്കുന്ന രണ്ട് ദാഇമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസാ നബി അലൈഹി സ്വലാമിനെയും ഹാറൂൻ നബി അലൈഹി സ്വലാമിനെയും അള്ളാഹു വിളിച്ചിട്ട് പറഞ്ഞത് ഫഖൂല ലഹു ഖൗലൻ ലയ്യിന, കുറച്ച് സോഫ്റ്റ് ആയിട്ട് മൂപ്പരോടൊന്ന് സംസാരിച്ച് നോക്ക്, ചങ്ങായി നന്നായാലോ. അള്ളാഹ് അറിയില്ല മൂപ്പര് നന്നാവില്ല, എനിക്കറിയോ ഇല്ലോ നിങ്ങൾ നോക്കണ്ട. ദായിമാർ ചെയ്യേണ്ട പണി സോഫ്റ്റ് ആവുക എന്നുള്ളത് തന്നെയാണ്. ആ ചങ്ങായിമാരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ മുടിയെല്ലാം കണ്ട അങ്ങനെ പറയാനൊന്നും നമ്മളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. ചിലർക്ക് ഉള്ള പണി തന്നെ സമൂഹത്തെ മൊത്തം നരകത്തിൽ കിടത്താൻ മൂപ്പര് സ്വർഗത്തിൽ പോകാന്നുള്ളത്. ആ പണി ശരിയല്ല, അത് നമ്മൾ നിർത്തുക. അതാണ് കാലം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ദഅവത്തിന് ഇസ്ലാം പറഞ്ഞ ഒരു രീതിയുണ്ട്, ആ രീതി തന്നെ നമ്മൾ സ്വീകരിക്കണം. റിസൾട്ട് നോക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയല്ല. 900 മേലെ കൊല്ലം പ്രബോധനം നടത്തിയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് നടത്തിയിട്ട് ആകെ വിരലിലെണ്ണാവുന്ന എണ്ണം ആൾക്കാരെ അല്ലേ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ. അതെ, തഫ്സീർ റാസിയിലടക്കം കാണാലോ, ദാഇമാര് കേൾക്കേണ്ടതാ, സംഘടനാ പ്രവർത്തകർ കേൾക്കേണ്ടതാ. എല്ലാ ദിവസവും നൂഹ് നബി അലൈഹി സ്വലാമിനെ അടിച്ചടിച്ചടിച്ച് ബോധം നഷ്ടപ്പെടുന്ന രീതിയിൽ അടിക്കും അത്രേ, ശത്രുക്കൾ ആക്രമിക്കും. എന്നിട്ട് അന്ന് തന്നെ ബോധം തെളിഞ്ഞാൽ പിന്നെ അടിക്കും. ഇങ്ങനെ എത്ര കാലം ആ പീഡനങ്ങൾ മഹാനവറുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എന്നിട്ടും അല്ലാഹു മഹ്ദി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, നാട്ടുകാർക്ക് വിവരം കുറഞ്ഞുകൊണ്ടാണ്, നീ അവർക്ക് പുറത്തു കൊടുക്കണേ, നീ അവരെ നന്നാക്കണേ എന്ന് ദഅവത്തിന്റെ ഏറ്റവും വലിയ മാതൃക കാണിച്ച ആളാണ് ശൈഖുൽ അംബിയാ നബിയുല്ലാഹി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. ആ നൂഹ് നബി അലൈഹി സ്വലാം പ്രബോധനം നടത്തുമ്പോൾ റിസൾട്ട് ആലോചിച്ചിട്ടാണോ പ്രബോധനം നടത്തുന്നത്? അബൂജഹലിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്ന പണി വെറുതെ ആണ് എന്ന് അള്ളാഹുവിന് അറിയാലേ. ഏതർത്ഥത്തിൽ? അബൂജഹൽ മുസ്ലിം ആവില്ല എന്നുള്ള അർത്ഥത്തിൽ. അതെ, പക്ഷെ റസൂലുള്ള എന്ന ദായി എടുക്കേണ്ട പണി ദഅവത്ത് നടത്തലാണ്. അതാണ്, ആള് നന്നാവോ ഇല്ലയോ നോക്കിയിട്ടല്ല നമ്മൾ ദഅവത്ത് നടത്തുന്നത്. ചിലപ്പോൾ ഇവിടെ തന്നെ വയൽ കഴിഞ്ഞിട്ട് ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ ചിലപ്പോൾ പരിചയക്കാർ ഇടുന്നു വരിക, ഒരു നാട്ടിൽ എവിടെ പോയിന് വയലിന് പോയി, എന്ത് വയൽ ഇങ്ങനെ ചിന്തിക്കുന്ന ലോകത്ത് എത്ര ആളുണ്ട്? ആര് വായിക്കാൻ റിസാല, ആര് വായിക്കാൻ സുന്നി വോയിസ് എന്ന് പറയുന്ന ആളില്ലേ, ആരോ ഓതാൻ ഖുർആൻ എന്ന് പറയുന്ന ആളില്ലേ? അതുകൊണ്ട് നമ്മൾ ഈ പണിയൊക്കെ നിർത്തണം എന്ന് ആരും പറഞ്ഞോ? ഇല്ല, നമ്മൾ നമ്മെ ഏൽപ്പിച്ച പണി എടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്.